ഇന്നത്തെ വീഡിയോയിൽ മക്രോണി പോള അല്ലെങ്കിൽ മക്രോണി ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇറച്ചിപ്പണ്ടം തയ്യാറാക്കാൻ എല്ലില്ലാത്ത പീസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് മക്രോണി വേവിക്കാനുള്ള വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോൾ 1 കപ്പ് മക്രോണി ചേർത്ത് ഇളക്കാം. മക്രോണി നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത്. കറക്റ്റ് വേവാകുമ്പോൾ ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത മക്രോണി ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിനായി പാൻ വെച്ച് ചൂടായ ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു വലിയ സവാളയാണ്. സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നിറം മാറുന്നത് വരെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇറച്ചി ചേർത്ത് മൊരിയിച്ചെടുക്കാം. കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ച മക്രോണിയിലേക്ക് ഇറച്ചിപ്പണ്ടം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മുട്ടയുടെ മിക്സ് റെഡിയാക്കാൻ മിക്സിയുടെ ജാറിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/2 കപ്പ് പാലും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ മക്രോണിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കാനുള്ള പാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രേസ് ചെയ്തെടുത്ത് അതിലേക്ക് മക്രോണിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ട് 25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിത് ഒരു 5 മിനിറ്റും കൂടി മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്.